അപ്പോൾ ആ സ്വർണവും ഈ പണവും എവിടെ? SITയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞത് CPIM ആണ് ആദ്യം. കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പോ മന്ത്രിസഭയോ അല്ല SITയെ തീരുമാനിച്ചത്. SITയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞത് CPIM ആണ് ആദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു SIT വേണം, പ്രത്യേക അന്വേഷണ സംഘം വേണം. കാരണം അവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിജിലൻസ് ആയിരുന്നു. വിജിലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ശബരിമലയിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള വിജിലൻസാണ്. ആ വിജിലൻസ് അന്വേഷണം പോരാ, വിശദമായ അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതിയുടെ കീഴിലായിരിക്കണം അന്വേഷണം. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT അന്വേഷണം പോകണം. ആ അന്വേഷണം പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അന്വേഷണം വന്നതിനെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ സ്വാഗതം ചെയ്തു. UDFകാർ ആദ്യം അങ്ങനെ സ്വാഗതം ചെയ്തില്ല. പിന്നെ CBI വേണം എന്നെല്ലാം പറഞ്ഞു. അവസാനം അത് അന്വേഷണം മുന്നോട്ടേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു SIT അന്വേഷണം മതി. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 2019 പിന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചു. 2017 കുടിമരം മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. കുടിമരം മാറ്റുമ്പോഴുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, ചെതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പ്രതലമാണ് കുടിമരത്തിൻ്റെ പ്രതലം. നല്ല സിമെൻറ്റിട്ടതറിയാം. ഒരു തരത്തിലും ചെതൽ അരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇല്ലാതെ ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിമരം മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ SITയോട് കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വന്നു വാജി വാഹനം 10.5 കിലോ ഭാരമുള്ള നമ്മൾ സാധാരണ പറയാം പഞ്ചലോഹ കൂട്ടാണ്. അതിന് സ്വർണം പൊതിഞ്ഞതാണ്. എത്രയായിരിക്കും അതിൻ്റെ മൂല്യം? ആർക്കും കണക്കാക്കാൻ സാധിക്കുന്നതല്ല. അത്ര മൂല്യമുള്ള ഈ പറയുന്ന സാധനം ഒരു തരത്തിലുള്ള നിയമവാഴ്ചയും അംഗീകരിക്കാതെ തന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ ദേവസ്വം ബോർഡാണെന്ന് കണ്ടോളണം, കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എടുത്തുകൊണ്ടുപോയി. അതിപ്പോൾ തിരിച്ചുകൊണ്ട് വന്നു. അതിപ്പോൾ പോലീസ് കണ്ടെടുത്തു. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നിർമ്മിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് പണം പിരിച്ചു. ഏതാണ്ട് 3 കോടി രൂപ പിരിച്ചു. അതിന് സ്വർണം പിരിച്ചു. എത്രയാണ് സ്വർണമെന്ന് അപ്പവും കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ആ സ്വർണവും ഈ പണവും എവിടെ? ഈ വാജി വാഹനം കൊടുക്കാൻ പാടില്ലാത്തത് കൊടുത്തത് എന്തുകൊണ്ട്? അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച തുക എത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 10 കൊല്ലത്ത് ഇത് മാത്രം പോരാ, 10 കൊല്ലം പിന്നോട്ടേക്കും അന്വേഷിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് വളരെ ഗൗരവമുള്ള മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടത്. സാധാരണ രീതിയിൽ ആർക്കും കാണാൻ സാധിക്കാത്ത സോണിയാഗാന്ധി അവരനുവാദം കൊടുക്കാറില്ല. കരുണാകരന് പോലും കൊടുത്തിട്ടില്ല മുമ്പ്. അങ്ങനെയുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഈ കേസിലെ ഏറ്റവും മുഖ്യപ്രതി എല്ലാവർക്കും അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹം ഈ സ്വർണം മുഴുവൻ കൊണ്ടുപോയിട്ട് കൊടുത്തു എന്ന് പറയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി, ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ പ്രമുഖ 2 നേതാക്കന്മാർ. ഒന്ന് ഇപ്പോഴത്തെ UDFൻ്റെ കൺവീനർ അടൂർ പ്രകാശ്, ഇപ്പോൾ MP ആണ്. അന്ന് അവിടുത്തെ MP ആൻഡോ ആൻ്റണി, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്, കോൺഗ്രസ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു. ഇന്നേ വരെ ആരും മറുപടി കണ്ടില്ല. ചിലർ പ്രയാർ ഗോപാലകൃഷ്ണനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മരിച്ചുകൊണ്ടാണ്. പ്രയാർ ഗോപാലകൃഷ്ണനാണോ MP ഉൾപ്പെടെ ഉള്ളപ്പോൾ സോണിയാഗാന്ധിയുടെ തീയതി വാങ്ങുക? അപ്പോൾ വലിയ രീതിയിൽ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ ധരിക്കുന്ന സന്ദർഭം വന്നതോടുകൂടി SIT അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തർക്കം പറയാൻ തുടങ്ങി. അത് അവരെ ബാധിച്ചപ്പോഴാണ്.